വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. എൻ്റെ പേര് രജീഷ് രാധാകൃഷ്ണൻ എന്നാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി എൻട്രൻസ് ഫീൽഡിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. നീറ്റ് ജെഇ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു അധ്യാപകനാണ്. ഞാൻ ആക്ച്വലി ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ തമ്പനെയിൽ കണ്ടതുപോലെ 10th കഴിഞ്ഞതിന് ശേഷം ഒരു കരിയർ ഓപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രീം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. വളരെ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ്. സോ ഓൾറെഡി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ ചാനലിലെ മെജോറിറ്റി ഫോളോവേഴ്സും. സോ നിങ്ങൾ ഒരു കാരണവശാലും ഈ വീഡിയോയിൽ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്ത് സമയം കളയരുത്. നീറ്റ് എക്സാമിലേക്കൊക്കെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സോ ആത്മാർത്ഥമായി പോയിരുന്ന് പഠിക്കുക. പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുക. 2, നിങ്ങൾക്ക് അനിയന്മാരോ അനിയത്തിമാരോ കസിൻസോ അങ്ങനെ ആരെയെങ്കിലും 10th കഴിഞ്ഞ് +1 അഡ്മിഷൻ എടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ പേരൻസിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അടിപൊളിയായിട്ട് നിങ്ങളുടെ പഠിത്തം നടക്കട്ടെ. 10th കഴിഞ്ഞ് അഡ്മിഷൻ നോക്കുന്ന +1 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിലേക്ക് അഡ്മിഷൻ നോക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളോടാണ് ഞാൻ ഈ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സോ ഈ വീഡിയോ കാണുന്നവരെല്ലാം അവരിലേക്ക് മാക്സിമം എത്തിക്കണം എന്നല്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരിലേക്ക് ഒന്ന് എത്തിക്കുക. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങൾ എനിക്കിതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. നോർമലി നമുക്കറിയാം, ഈ 10th ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു സ്ട്രീം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം അതിന്റെ അപാകതകൾ അല്ലെങ്കിൽ അതിന്റെ ഡ്രോബാക്ക് ഇപ്പോൾ അറിയില്ല, ഇൻ ഫ്യൂച്ചറിൽ ആ കുട്ടിയാണ് ഇത് അനുഭവിക്കേണ്ടത്. ഇതൊക്കെ ഞങ്ങളുടെ ലൈഫിലും ഉണ്ടായ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നത്തിനെ എങ്ങനെ കൂടുതൽ റിസോൾവ് ചെയ്യാം, ഇതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടന്റിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഞാൻ ആക്ച്വലി എന്താ പറയുന്നത്, സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീം ചൂസ് ചെയ്യാൻ ഒരു കുട്ടിക്ക് എന്തൊക്കെ കഴിവുകൾ വേണം, ഞാൻ അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ സയൻസ് സ്ട്രീം എടുത്താൽ ഉണ്ടാകുന്ന പഠന സാധ്യതകളെ പറ്റിയോ അല്ലെങ്കിൽ അതിന്റെ സിലബസിനെ പറ്റിയോ ഒന്നുമല്ല ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് കുട്ടികളെ നോക്കിയാൽ ഇന്ന കുട്ടിയെ ചൂണ്ടിയിട്ട് പറയാൻ പറ്റണം, ഈ കുട്ടിക്ക് ഏറെക്കുറെ ആപ്റ്റ് ആവുന്നത് സയൻസ് ആണ്, ഇന്ന കുട്ടിക്ക് കൊമേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഹ്യൂമാനിറ്റീസ് ആണ് ഏറെക്കുറെ ആപ്റ്റ് ആവുന്നതെന്ന് ഏറെക്കുറെ നമുക്ക് പറയാൻ പറ്റും. ഒരിക്കലും 100% നമ്മൾ പറയരുതെന്ന് വെച്ചാൽ ആ കുട്ടിക്കും കുറെ താല്പര്യങ്ങൾ കാണും, നമ്മൾ അതും മനസ്സിലാക്കണം. 2, ആസ് എ സ്റ്റുഡന്റ്, ഇപ്പൊ ഞാൻ ഒരു സയൻസ് സ്റ്റുഡന്റ് അല്ലെ ഒരു കൊമേഴ്സ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് സ്റ്റുഡന്റിന് വേണ്ട പ്രത്യേകതകൾ പറയുമ്പോൾ ഏതാണ്ട് 10 പോയിന്റുകൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓരോ ആൾക്കും വേണ്ട. പക്ഷെ ഈ 10 പോയിന്റിൽ 4-5 പോയിന്റ് ഇവർക്ക് എല്ലാവർക്കും കോമൺ ആണ്. അതൊരു സ്റ്റുഡന്റിന് വേണ്ട കഴിവുകളായിരിക്കും. അപ്പൊ ഒരു 4-5 പോയിന്റ് ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിരിക്കും. അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു 3-4 കാര്യങ്ങളുണ്ട്, അതൊരു സയൻസ് സ്റ്റുഡന്റിന് ആപ്റ്റ് ആയിരിക്കും. 3-4 കാര്യങ്ങളുണ്ട്, അത് ഒരു കൊമേഴ്സ് സ്റ്റുഡന്റിന് ആപ്റ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ കുട്ടിക്ക് നല്ല രീതിയിൽ ഉണ്ടോ എന്നുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാവൂ. പേരൻസിനോടുള്ള എൻ്റെ റിക്വസ്റ്റ് ആണ്, അപ്പുറത്തെ വീട്ടിലെ കുട്ടി MBBS ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ കുട്ടീനെ ഡോക്ടറാക്കാൻ നമ്മൾ ഡിസൈഡ് ചെയ്യരുത്. നമ്മുടെ കുട്ടിയുടെ പാഷൻ തിരിച്ചറിഞ്ഞിട്ട്, നമ്മുടെ കുട്ടിയുടെ സ്കില്ല് തിരിച്ചറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ അവർക്കുള്ള കരിയർ ചൂസ് ചെയ്യുക. ദയവ് ചെയ്ത് ഇതെന്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോയിലെല്ലാം തന്നെ ത്രൂ ഔട്ട് നമ്മുടെ ഓഫീസിന്റെ നമ്പർ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് എന്നെ വിളിക്കാം, എന്നാൽ ആവുന്ന ഹെൽപ്പുകൾ ഞങ്ങൾ ചെയ്തു തരാം. സോ പ്ലീസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവരുടെ കരിയറിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി വരാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കിക്കാൻ ഞാൻ ചുമ്മാ രസകരമായിട്ട് ഒന്ന് ചെയ്ത ചില കാര്യങ്ങളാണ്. ഹായ്, മൈ നെയിം ഈസ് ആദം. ആക്ച്വലി എൻ്റെ സുഹൃത്തിന്റെ മകന്റെ പേരാണ് ആദം, അതുകൊണ്ട് ഞാൻ അങ്ങ് ഇട്ടതാണ്. ഐ ആം എ സയൻസ് സ്റ്റുഡൻറ്. അതായത് ആദം എന്ന് പറഞ്ഞ കുട്ടിയെ ഞാൻ ഒരു സയൻസ് സ്റ്റുഡന്റ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അവന് വേണ്ട ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നെന്ന് പറയുന്നത് ഒടുക്കത്തെ ക്യൂരിയോസിറ്റി വേണം. ആക്ച്വലി എല്ലാ സ്റ്റുഡന്റും ക്യൂരിയസ് ആയിരിക്കണം. ഒബ്വിയസ്ലി സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരൊക്കെ ക്യൂരിയസ് ആയിരിക്കണം. പക്ഷെ ഇവൻ എന്തിനെ പറ്റി ക്യൂരിയസ് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പറച്ചിൽ. ഇവിടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എ സ്ട്രോങ് ഡിസൈഡർ ടു ലേൺ തിങ്സ് ഹൗ തിങ്സ് വർക്ക്സ് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്ലോർ ന്യൂ ഐഡിയാസ്. അതായത് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഒരു സയൻസ് സ്റ്റുഡന്റിന്റെ കേസിൽ ഞാൻ സിമ്പിൾ 1-2 എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പം സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, അതെല്ലാവർക്കും അറിയാം. പക്ഷെ ചില കുട്ടികൾ ഈ ലൈറ്റ് എന്താ മഞ്ഞ കളറ്, ഈ ലൈറ്റ് എന്താ യെല്ലോ കളറ് എന്ന് നമ്മളോട് ചോദിക്കുക, അല്ലെങ്കിൽ ഈ ലൈറ്റ് എന്താ വൈറ്റ് കളറ്,
ഇതെങ്ങനെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അത് കത്തുന്നതും ഓഫ് ആക്കും, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് വെറും ബാലിഷമായ ചോദ്യമായിരിക്കും നമ്മുടെ മുമ്പിൽ. പക്ഷെ അവൻ ആ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ അവന്റെ കസിന്റെ മകൻ ആ വീട്ടിലുണ്ട്. എനിക്ക് തോന്നുന്നു അവന്റെ കസിൻ എന്ന് പറയുന്ന ആൾ കുറച്ച് മുതിർന്ന ആളാണ്. ആളുടെ മകൻ 8ലോ 9ലോ ആണ് പഠിക്കുന്നത്. ക്ലാസ് ഞാൻ ഓർക്കുന്നില്ല. ഇവൻ എന്നോട് വന്നിട്ട് ചോദിച്ചാണ്, ഞാൻ ഫിസിക്സ് അധ്യാപകനാണെന്നും എൻട്രൻസിന് പഠിപ്പിക്കുന്ന അധ്യാപകനാണെന്നൊക്കെ എനിക്കറിയാം. ഇവൻ എന്നോട് ചോദിച്ചു, അങ്കിളെ ഒരു സംശയം, അങ്കിളെ എന്ന് വിളിച്ചു. അതിന് എനിക്ക് ചെറിയ വിഷമമുണ്ട്, എന്നാലും ഞാൻ അങ്ങ് സഹിച്ചു. അവൻ ചോദിച്ചത് ഇങ്ങനെയാണ്, അതായത് എ സി ഓൺ ആക്കിയിട്ടാൽ നമ്മുടെ റൂം, ഇതൊക്കെ സ്ഥിരം പലരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എ സി ഓൺ ആക്കിയിട്ടാൽ, ഒരു റൂമിൽ എ സി ഓൺ ആക്കിയിട്ടാൽ റൂം തണുക്കും. ഇതേപോലെ വസ്തുക്കളെ തണുപ്പിച്ച് സൂക്ഷിക്കുന്ന മറ്റൊരു സാധനമാണ് ഫ്രിഡ്ജ്. നമ്മൾ കിച്ചണിൽ ഫ്രിഡ്ജ് തുറന്നിട്ടാൽ ഒരിക്കലും കിച്ചൺ തണുക്കില്ല. എന്താ അതിന്റെ റീസൺ എന്ന് ചോദിച്ചു. ആക്ച്വലി ഹീറ്റ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി +1 ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു വലിയ കാര്യമാണിത്. ഫിസിക്സ് ആണ്, സയൻസ് ആണ്. അവൻ അത് വന്ന് ചോദിക്കണമെങ്കിൽ അവൻ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവൻ സയൻസ് ആണ് പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഈ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു കുട്ടിയാണ്, ആ കുട്ടിയുടെ പേരന്റ് ആണ് നിങ്ങളെങ്കിൽ ഓൾറെഡി ഈ കുട്ടി നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ട്രെയിനിൽ പോകുമ്പോ, നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരുന്നത്, എന്താ അതിന് ഭയങ്കര സ്പീഡ് തോന്നുന്ന? ഫിസിക്സ്. ഇതൊരു ഫിസിക്സ് ആണ്. കൊച്ചി മെട്രോ സ്റ്റേഷനിൽ പോയി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് ട്രെയിൻ വരുമ്പോൾ അതിന്റെ ഹോണടി കേൾക്കുകയും ഇത് ദൂരെ കൂടെ നമ്മുടെ മുമ്പിൽ കൂടെ വന്ന് കടന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ ആ ഹോണിന് പോലും മാറ്റം വരുന്നു. ഫിസിക്സ്, ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള, ഒരിക്കലും കുട്ടി അത് ഡോപ്ലർ എഫക്റ്റ് ആണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മളോട് ഇത് ചോദിക്കുന്നത്. പക്ഷേ അവന് സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്ട് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്. അവിടെയാണ് അവന്റെ ക്യൂരിയോസിറ്റി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ കുട്ടി ക്യൂരിയസ് ആണോ എന്ന കാര്യം നിങ്ങൾക്കൊന്ന് ചിന്തിക്കുക. അതുപോലെ ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് സയന്റിഫിക് ടൂൾസ്. ചില ടൂൾസുകൾ, ചില സോഫ്റ്റ്വെയറുകൾ, കാരണം ഇവൻ ലാബിലൊക്കെ നിൽക്കേണ്ട ഒരു കുട്ടിയാണ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ അവന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നു. ഇപ്പൊ ഞാൻ പറയുന്ന 10 പോയിന്റുകൾ ഉണ്ടാവാം, ഈ 10ഉം നമ്മുടെ കുട്ടിക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല. ഇപ്പൊ ഞാൻ 10ാം ക്ലാസ് വരെ ഒരു സയന്റിഫിക് ടൂളെ പോലും തൊട്ടിട്ടില്ല, കാൽക്കുലേറ്റർ പോലും തൊട്ടിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. കാൽക്കുലേറ്റർ തൊട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഗുണിക്കാനും കൂട്ടാനും നല്ല സ്പീഡ് ഉണ്ട് ഇപ്പോഴും. പക്ഷെ ഞാൻ പറയുന്നത്, ഇതെല്ലാം ഒന്നും നമ്മുടെ കുട്ടിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ പൂർണ്ണനായിട്ട് ഇവിടെ ആരാ ഉള്ളത്? എനിക്ക് തോന്നുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം കാണുമായിരിക്കും ഞാൻ ഈ പറയുന്ന മുഴുവൻ ക്വാളിറ്റി ഉള്ള ഒരു ഇന്ത്യക്കാരനൊക്കെ. പുള്ളി മാത്രമല്ല, ഞാൻ പറഞ്ഞ അമ്മാതിരി ലെവലിലെ കുട്ടികളും ഉണ്ട് ഈ നാട്ടില്. പക്ഷെ നമ്മുടെ കുട്ടിക്ക് ഇത് മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യുന്നോന്നല്ല നോക്കേണ്ടത്. പക്ഷെ ഏറെക്കുറെ ഈ കപ്പാസിറ്റികളൊക്കെ അവനുണ്ടോ? അതേപോലെ നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അനലിറ്റിക്കൽ തിങ്കിങ്. ആക്ച്വലി അനലിറ്റിക്കൽ തിങ്കിങ് കോമൺ ഫോർ ഓൾ സ്റ്റുഡൻസ്. അത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഈവൻ സ്റ്റുഡൻസ് അല്ല, നമ്മൾക്ക് പോലും ഈ അനലിറ്റിക്കൽ തിങ്കിങ് കപ്പാസിറ്റി വേണം. അതായത് ഒരു വലിയ പ്രോബ്ലം, അനലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു വലിയ കോംപ്ലക്സ് പ്രോബ്ലത്തിനെ കുറച്ചുകൂടി ഈസി ആയിട്ട് കൺസീവ് ചെയ്യാനും അതിനെ ചെറിയ ചെറിയ പാർട്ടുകളാക്കി അതിനെ ഒന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്നൊക്കെ പറയാം, കുറച്ച് എളുപ്പത്തിൽ ഇത് പറയുകയാണെങ്കിൽ. ഇത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പൊ നമുക്കൊക്കെ ഇത് വേണം, അതൊരു കോമൺ മാന് വേണ്ട സാധനം തന്നെയാണ്. പക്ഷെ ബട്ട് സ്റ്റിൽ ഇവിടെ നോക്കി, ഒരു സയൻസ് സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ദി എബിലിറ്റി ടു ബ്രേക്ക് ഡൗൺ ദ കോംപ്ലക്സ് പ്രോബ്ലം. അവന്റെ കയ്യിലൊക്കെ ഒരു വലിയ പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിനെ കഷ്ണങ്ങളാക്കി അതിനെ ചെറിയ ചെറിയ പാർട്ടുകളാക്കി അനലൈസ് ചെയ്ത്, അതാണ് അവന്റെ അനലിറ്റിക്കൽ തിങ്കിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ ഒരു ഗുണങ്ങളുണ്ടെങ്കിൽ അവൻ അടിപൊളി. ഇങ്ങനെയൊക്കെ ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പാണ് അവൻ IIT-കളിലോ എയിംസുകളിലോ ഒക്കെ എത്തിപ്പെടും. IIT-കളിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഒരു സയൻസ് സ്റ്റുഡന്റിന് പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കുട്ടി മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ സ്റ്റുഡന്റ് ആണ്. നിങ്ങളുടെ കുട്ടീനെ പറ്റി പേരൻസ് മീറ്റിങ്ങിലൊക്കെ ചെല്ലുമ്പോൾ മാത്സ് ടീച്ചേഴ്സ് വാദോരാതെ സംസാരിക്കുന്നു. നമുക്ക് അവിടെ നിന്നൊക്കെയാണ് ആ ഹിന്റ് കിട്ടുന്നത്. മാത്സ് ടീച്ചേഴ്സ് നമ്മുടെ കുട്ടീനെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നു, വിച്ച് മീൻസ് ദാറ്റ് അവൻ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് ഇൻ മാത്സ് ആയിരിക്കണം. അല്ല ചുമ്മാ ടീച്ചേഴ്സ് അത് പറയില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇവൻ സയൻസ് എടുക്കേണ്ട കുട്ടിയാണ്. അപ്പൊ മാത്തമാറ്റിക്കൽ സ്കില്ല് ഒരു സയൻസ് സ്റ്റുഡന്റിന് വളരെ പ്രൈമറിലി വേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഒബ്സർവേഷൻ സ്കില്ല്, അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂ മറ്റു കാര്യങ്ങളും അല്ലാത്ത ചില ഒബ്സർവേഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ
ഞാൻ ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇപ്പൊ ഒരു ഐസ് ക്യൂബ് നമ്മൾ ചുമ്മാ ഒരു പാത്രത്തിൽ കൊണ്ടുവച്ച് കുറെ നേരം കഴിയുമ്പോൾ ഇത് അലിഞ്ഞതങ്ങ് വെള്ളമായി പോകും. അപ്പൊ അവൻ അങ്ങനത്തെ ചെറിയ കാര്യം പോലും ഒബ്സർവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മനസ്സ് കാണിക്കും. ഞാൻ അതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളും വായിച്ചു നോക്കുക. അതുപോലെ ലോജിക്കൽ റീസണിങ്ങിനുള്ള കപ്പാസിറ്റി നമ്മുടെ കുട്ടിക്കുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ പേഷ്യൻസ് ആൻഡ് പെർസീവറൻസ്. ആക്ച്വലി ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ സ്റ്റുഡൻസിനും വേണ്ട ഒരു സാധനമാണ്. ക്ഷമ. അത് ഇപ്പം സയൻസിന് പഠിക്കുന്ന കുട്ടിയായിക്കോട്ടെ, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അവർക്ക് എല്ലാവർക്കും കോമൺലി വേണ്ട ഒരു സാധനമാണ്. പേഷ്യൻസ് എന്തായാലും വേണം. അതായത് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങി ചിലപ്പോൾ നമ്മളതിൽ ഫെയിൽ ആവും. അപ്പൊ അത് വീണ്ടും നേടിയെടുക്കാനുള്ള ഒരു പേഷ്യൻസ് അവനുണ്ടോ, അതിനുവേണ്ടി കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് അവനുണ്ടോ, അത് എല്ലാവർക്കും വേണ്ടതാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം മൈൻഡ് ഇനിയും എല്ലാ സ്റ്റുഡൻസിനും വേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. അതായത് നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പം എന്താ പറയുന്നത്, അതിൽ കൃത്യമായിട്ട് ഇവിടെ കെയർഫുള്ളി ചെക്കിങ് വർക്കിംഗ് ഫോർ ആൻ ആക്യുറസി ഇൻ മെഷർമെന്റ്. അതായത് അവന് എന്താ പറയുന്നത്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ സാധനം, ഇപ്പൊ ചില സ്റ്റുഡൻസ് കേട്ടിട്ടില്ല, നമ്മളൊരു സാധനം പറഞ്ഞു കൊടുക്കുന്നു. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ഒരു പർട്ടിക്കുലർ സാധനം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അവൻ അത് കേട്ടു, അത് മതി മതി, ഇതിന്റെ അപ്പുറത്തോട്ടൊന്നും വേണ്ട. പക്ഷെ ചിലർ അങ്ങനെയല്ല. ചിലർക്ക് സാറേ അതെന്താ അങ്ങനെ, അതിന്റെ അപ്പുറത്തേക്കുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന അവൻ കുറച്ചുകൂടെ സയൻസ് സബ്ജക്ട് പഠിക്കാൻ അങ്ങനെ ഒരു കുട്ടി ആപ്റ്റ് ആണെന്നാണ് എന്റെ വിശ്വാസം. അതേപോലെ ടൈം മാനേജ്മെന്റ്, ഒബ്വിയസ്ലി അത് എല്ലാവർക്കും വേണ്ട ഒരു കഴിവ് തന്നെയാണ്. എങ്കിലും ടൈം മാനേജ്മെന്റ് എസ്പെഷ്യലി ഒരു സയൻസ് സ്റ്റുഡൻസിന്, കാരണം എന്താ, ഇവനെ സംബന്ധിച്ച് അവന് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ അവന്റെ ലൈഫിലേക്ക് എന്തായാലും എത്തും. അപ്പം അവനൊരു ടൈം മാനേജ്മെന്റ് കപ്പാസിറ്റി വേണം. അതുപോലെ 100% വേണ്ട ഒരു സാധനമാണ് സ്ട്രോങ് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ. അത് വലിയ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും എന്നുള്ളതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ അത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇത്, അത് പഠിക്കാനുള്ളൊരു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സയൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഹായ്, മൈ നെയിം ഈസ് ജുവാൻ, ഐ ആം എ കൊമേഴ്സ് സ്റ്റുഡൻറ്. എൻ്റെ പേര് ജുവാൻ എന്നാണ്. എൻ്റെ സുഹൃത്തിന്റെ മകളുടെ പേരാണ് ജുവാൻ. അപ്പൊ ഒരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് വേണ്ട കപ്പാസിറ്റീസ്, ഇനി ഞാൻ ഓരോന്നും 1 by 1 ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ന്യൂമറിക്കൽ എബിലിറ്റി വേണം. ഓൾറെഡി നമ്മളിത് ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി കൊമേഴ്സ് പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് അറിയാം, ബാങ്കിങ് സെക്ടറിലേക്കും അതുപോലെ ACCA CA പോലത്തെ കോഴ്സുകളിലേക്കൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. CA കോഴ്സ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലാതെ എക്കാലത്തെ ഒരു വലിയ സംഭവം തന്നെയാണ്. അപ്പൊ ഇതിൽ അതുപോലെ ഒരു HR മാനേജർ ലെവലിലേക്കൊക്കെയാണ് ഈ കൊമേഴ്സ് പഠിച്ചവർ കൂടുതലും പോകുന്നത്. അപ്പം അതായത് ഒരു ബിസിനസ് ലെവലിലേക്കൊക്കെയാണ് ഇവർ കൂടുതലും പോകുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അവിടെ കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ന്യൂമറിക്കൽ എബിലിറ്റി എന്തായാലും ആ കുട്ടിക്ക് വേണം. അനലിറ്റിക്കൽ തിങ്കിങ് എന്തായാലും ഒബ്വിയസ്ലി അത് എല്ലാവർക്കും വേണം, വേണ്ട കപ്പാസിറ്റിയാണ്. ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ റീസെന്റ് വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലെ HR എടുത്താൽ അവിടുത്തെ മുഴുവൻ HR അറിയാലോ, ഹ്യൂമൻ റിസോഴ്സ്, അവിടുത്തെ മുഴുവൻ ആൾക്കാരെയും യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവിടുത്തെ HR. അപ്പം അദ്ദേഹം മേ ബി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, എനിക്കത് അറിയില്ല, ഞാൻ പറയാണ്. ഒബ്വിയസ്ലി ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പം ഒരു കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു വരുന്ന, കോഴ്സ് കഴിഞ്ഞ് വരുന്ന ഒരാളായിരിക്കണം. അവർക്ക് ഈ ഒരു പർട്ടിക്കുലർ കപ്പാസിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അതേപോലെ ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വൺ ഓഫ് ദ ഹെഡ് എന്ന് പറയുന്നത് ഒരു CA കാരനാണ്. നിങ്ങൾക്കറിയാം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു കപ്പാസിറ്റി, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എൻ്റെ കുട്ടിക്കുണ്ടോ, മാത്സ് സബ്ജക്റ്റിന്റെ ബേസിക്സിനോട് അവന് താല്പര്യമുണ്ടോ, ഇതൊക്കെ ഉള്ള ഒരു കഴിവുള്ള കുട്ടിയാണെങ്കിൽ അവന് ഈസി ആയിട്ട് നമുക്ക് കൊമേഴ്സ് കൊടുക്കാവുന്നതാണ്. ബിസിനസ് അവയർനെസ് വേണം. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബിസിനസിന്റെ മാറ്റങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ അവന് ഇഷ്ടമുണ്ടോ, അവൻ അതിനോടൊക്കെ ഒരു പൊരുത്തം കാണിക്കുന്നുണ്ടോ, അതോ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ വേറെ ലോകത്താണോ എന്നുള്ളതൊക്കെ നമുക്കൊരു ഇത് നടത്താൻ പറ്റും നമ്മുടെ കുട്ടിയെ പറ്റി. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ അറിയാവുന്നതുപോലെ ഈ ലോകത്ത് ആർക്കും അറിയത്തില്ല എന്നുള്ള വലിയൊരു സത്യമാണ്. അപ്പൊ ഈ ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ. അറ്റൻഷൻ ടു ഡീറ്റെയിൽ, അത് ഞാനത് കൊടുത്തിട്ടുണ്ട്. ബീങ് പ്രിസൈസ് ആൻഡ് കെയർഫുൾ വിത്ത് ഡേറ്റ ആൻഡ് കാൽക്കുലേഷൻസ്. ഇപ്പം അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ചുമ്മാതൊരു എക്സ്പ്ലനേഷൻ ആയിരിക്കില്ല, കറക്റ്റ് ഡേറ്റകളും കാര്യങ്ങളും ഒക്കെ വെച്ചായിരിക്കും ഈ പറയുന്ന ആൾക്കാർ ഇത് ഇൻ ഫ്യൂച്ചറിൽ സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരിക്കലും ഇതെല്ലാം ഒന്നും നമ്മുടെ കുട്ടിക്ക് റൈറ്റ് നൗ ഈ കഴിവുകളെല്ലാം ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല, അത് നമുക്കറിയാം. പക്ഷെ ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ കുട്ടിക്കുണ്ടോ എന്ന് നമുക്ക് ഏറെക്കുറെ തിരിച്ചറിയാൻ പറ്റും.
ഞാൻ അടുത്ത ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഒബ്വിയസ്ലി ടൈം മാനേജ്മെന്റ് വേണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എസ്പെഷ്യലി എന്തായാലും എല്ലാ സ്റ്റുഡന്റിനും വേണ്ട ഒരു വലിയ സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഒരു പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ പൊതുവെ ഒരു മാനേജർ ലെവലിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഇത് പറയുന്നത് കൊണ്ട് തന്നെ ഇതല്ല ആക്ച്വലി ഞാൻ ആ കാര്യം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഓൾറെഡി 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച കുട്ടികളാണെങ്കിൽ, ഞാൻ 10 വരെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞാണ് +1 +2ലേക്ക് എത്തുമ്പോഴത്തേക്കാണ് നമ്മൾ ഫുൾ സബ്ജക്ട് ഇംഗ്ലീഷിൽ കേൾക്കാൻ തുടങ്ങിയത്. അപ്പം അതൊരു പോരായ്മയാകും ഫ്യൂച്ചറിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ നിങ്ങളോട് പറയുന്നു, നമ്മുടെ മക്കൾ ഓൾറെഡി മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരുന്നതെങ്കിൽ അവർ +1 +2ലേക്ക് എത്തുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി സിലബസ് ഇംഗ്ലീഷിൽ കേൾക്കേണ്ട അവസ്ഥ വരും. അപ്പൊ പല വാക്കുകളും അവർ കേൾക്കാത്തതായിരിക്കും. ഞങ്ങൾ ഇത് എന്റെയൊക്കെ എക്സ്പീരിയൻസ് ആയി പറയുന്നത്, കൃത്യ എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. അവരുടെ ചിലപ്പോൾ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ മലയാളം മീഡിയം കഴിഞ്ഞ് +1 +2ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? അത് സിമ്പിൾ 1-2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇവര് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ കേൾക്കുന്ന ചില ടേമുകളുണ്ട്. ഇപ്പം ഇനർഷ്യ, അത് മലയാളത്തിൽ ജഡത്വം എന്നാണ് പറയുന്നതാണ് എൻ്റെ വിശ്വാസം. എനിക്കിപ്പോഴും എല്ലാ വാക്കുകളും ഓർമ്മയില്ല. ആക്സിലറേഷൻ, അതുപോലെ വെലോസിറ്റി, അതിന് ത്വരണം, പ്രവേഗം എന്നൊക്കെയാണ് മലയാളത്തിൽ ആ കുട്ടികൾ കേട്ടിരിക്കുന്നത്. ദൂരം, സമയം എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ മലയാളം വാക്കുകളുടെ പ്രോപ്പർ ഇംഗ്ലീഷ് ടൈം ഇതെല്ലാ കുട്ടികളുടെ അവസ്ഥയല്ല. ഒരു 25% കുട്ടികൾ ഇപ്പോഴും ഇതിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവരുണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. കാര്യം ഞങ്ങളൊക്കെ ഇത് ഫേസ് ചെയ്ത് പോയവരാണ്. സോ ആ ഒരു ഇംഗ്ലീഷ് നോളജ് ഈ വെക്കേഷൻ ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിർബന്ധമായും ഈ കുട്ടികളെ ഒരു 2 മാസമെങ്കിലും ഏതെങ്കിലും നിങ്ങളുടെ നാട്ടിലുള്ള, ഞാൻ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഏതെങ്കിലും സ്ഥലത്ത് അവരെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ 2 മാസത്തെയോ 3 മാസത്തെയോ കോഴ്സ്, അവർക്ക് +1 അഡ്മിഷൻ കിട്ടുന്നിടം വരെ, അത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, നിർബന്ധമായിട്ട് നിങ്ങൾ അത് ചെയ്യണം. നിങ്ങളുടെ കുട്ടിക്ക് അത് വലിയ ഗുണം ചെയ്യും, വലിയ ചേഞ്ച് വരുത്തും. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വിടുമ്പം നിങ്ങൾ അവരോട് പറയുകയും കൂടെ ചെയ്യുക. കുട്ടീനെ ഇരുത്തി ഹാവ് ബീനും ഹാസ് ബീനും പഠിപ്പിക്കുന്ന ഗ്രാമർ പഠിപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് ഇൻ ഫ്യൂച്ചറിൽ അവന് വേണമെങ്കിൽ അവൻ തന്നെ പഠിച്ചെടുക്കുക തന്നെ ചെയ്യും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഓഡിയൻസിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് ചോദിച്ചാൽ അത് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷിൽ പറയാൻ നമ്മുടെ കുട്ടിക്ക് അറിയില്ലെങ്കിൽ അത് ഇൻ ഫ്യൂച്ചറിൽ ഇവരെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ പോയി നിന്ന് സംസാരിക്കാൻ പറ്റണം. ഹായ്, മൈ നെയിം ഈസ് X&Y, ഞാൻ ഇന്ന വീട്ടിലെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ സംസാരിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് അവൻ എത്താൻ പറ്റണം. അപ്പൊ അവനൊരു ചമ്മലും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. സോ അവനെ അങ്ങനെ ഒരു ക്ലാസ്സിന് വിട്ടാൽ നന്നായിരിക്കും. ഞാൻ അറിയാണ്ട് എൻ്റെ വികാരം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ചെയ്യിച്ചാൽ നന്നാവും എനിക്ക് തോന്നുന്നു. യെസ്. അതേപോലെ എത്തിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറില്ല, നമുക്ക് കുറച്ച് എത്തിക്സ് ഒക്കെ വേണമെന്ന് പറയത്തില്ലേ? അപ്പൊ അങ്ങനത്തെ തിങ്കിങ് കപ്പാസിറ്റി ഒക്കെ നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടാവുക. പ്രോബ്ലം സോൾവിങ് സ്കിൽ ഒബ്വിയസ്ലി അതൊക്കെ വേണം. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു നല്ലൊരു കൊമേഴ്സ് സ്റ്റുഡന്റ്, ഒരു കൊമേഴ്സ് ബ്രാഞ്ചിലേക്ക് അവർക്ക് ഏറെക്കുറെ പോകാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് ജാൻവിനെ പറ്റി സംസാരിക്കാം. ജാൻവി എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ പേരാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ പേരിട്ടപ്പോൾ എൻ്റെ മോളുടെ പേരിടണമെന്ന് എനിക്ക് തോന്നി. അപ്പം അവളെ ഞാൻ ഹ്യൂമാനിറ്റീസിന് വിടാൻ തീരുമാനിക്കുകയാണെങ്കിൽ ജാൻവിക്ക് വേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ്? അതായത് നിങ്ങളുടെ മകൾ നാളെ അല്ലെ മകൻ നാളെ ഹ്യൂമാനിറ്റീസ് സ്ട്രീമാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന്, ക്രിട്ടിക്കൽ തിങ്കിങ്, എബിലിറ്റി ടു അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് ഇൻഫർമേഷൻസ്. അതായത് ചുമ്മാതെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സോഷ്യൽ ഇഷ്യൂസിനെ തന്നെ എടുക്കാം. അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ പറയുന്ന ആൾക്കുണ്ടോ? ഈവൻ ന്യൂസ് പേപ്പർ വായിക്കാനുള്ള കഴിവെങ്കിലും ഇയാൾ കൊടുക്കുന്നുണ്ടോ? അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതേപോലെ ക്യൂരിയോസിറ്റി, ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞത് അത് എല്ലാ സ്റ്റുഡൻസിനും വേണ്ട ഒരു കപ്പാസിറ്റിയാണ്. ക്യൂരിയോസിറ്റി, പഠിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി വേണം. ക്രിയേറ്റീവ് തിങ്കിങ് വേണം. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ നമ്മുടെ കുട്ടിക്ക്? നമ്മുടെ കുട്ടി വീട്ടിലിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഹാബിറ്റ് ഉള്ളവർക്ക് ഒബ്വിയസ്ലി ഹ്യൂമാനിറ്റീസ് പോലൊരു സബ്ജക്ട് ചൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ കുട്ടി മാത്തമാറ്റിക്സ് അത്ര അങ്ങോട്ട് അടിപൊളി അല്ല,
മാത്തമാറ്റിക്സിൽ കുറച്ച് പുറകോട്ടാണ്. ബട്ട് സ്റ്റിൽ മാത്സിന്റെ ബേസിക്സ് ഒക്കെ അറിയാം, പക്ഷെ ഒരു ലിമിറ്റിന് അപ്പുറത്തോട്ട് മാത്സിലെ ഇന്റഗ്രേഷനോ ഡിഫറൻഷിയേഷനോ പോലൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ പഠിക്കുന്നതിനോട് വലിയ ആഗ്രഹം ഇല്ല. അയാൾ അതിൽ വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. പക്ഷെ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ജിയോഗ്രഫി പോലത്തെ സബ്ജക്റ്റുകൾക്കാണ് കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചതെങ്കിൽ ഒബ്വിയസ്ലി അവൻ പഠിക്കേണ്ട സബ്ജക്ട് ഹ്യൂമാനിറ്റീസ് ആണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, നന്നായി പഠിക്കുന്നവർ സയൻസ്, അതിനേക്കാളും കുറച്ചുകൂടെ മോശമായി പഠിച്ചവർ കൊമേഴ്സ്, ഭയങ്കര മോശമായി പഠിച്ചവർ ഹ്യൂമാനിറ്റീസ്. ഇറ്റ് ഈസ് എ റോങ് കൺസെപ്റ്റ്. അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഒരിക്കലും അത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പണ്ട് ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അത്യാവശ്യം സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആയതുകൊണ്ട് ഞാനൊക്കെ സയൻസ് എടുത്തു. അതിൽ തന്നെ കുറച്ചുകൂടെ നന്നായി പഠിക്കുന്നവരാണ് ബയോളജി സയൻസ് എടുക്കുന്നത്. കാരണം ബയോളജി സയൻസ് എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ബയോളജി സയൻസ് എടുത്താൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതാം, മെഡിക്കൽ എൻട്രൻസ് എഴുതാം. അതൊക്കെ റോങ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കുട്ടി ഇപ്പം ഈവൻ നമുക്ക് സിവിൽ സർവീസ് എക്സാമിനെ പറ്റി സംസാരിക്കാം. നമുക്കറിയാം, വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ഇൻ ഇന്ത്യ അല്ല, ഇൻ ദ വേൾഡ് ആണ് സിവിൽ സർവീസ്. ഈ സിവിൽ സർവീസ് എക്സാമിന് ഒരു കുട്ടി പോകുമ്പോൾ അവൻ ഹ്യൂമാനിറ്റീസ് പോലൊരു സബ്ജക്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കുറച്ചുകൂടെ അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഉറപ്പായിട്ടും ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളെക്കാളും ഈ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അത് വലിയ സപ്പോർട്ടാണ് എന്നതാണ് എനിക്ക് ഈ സിലബസും ഈ എക്സാമിന്റെ കാര്യങ്ങളും കണ്ടതിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ ഒബ്വിയസ്ലി അങ്ങനെ വലിയൊരു എക്സാം എഴുതാൻ പോകേണ്ട ആള് സ്കൂളിൽ ഒട്ടും പഠിക്കാത്ത ഒരാളാണോ? അല്ല. അപ്പൊ ആ ഒരു നമ്മുടെ ചിന്താഗതി മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ എംപതി വേണം എന്ന് പറയുന്നുണ്ട് ഇതില്. എംപതി കൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, അതായത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന വ്യക്തികൾ ഇൻ ഫ്യൂച്ചറിലേക്ക് പോകാൻ പോകുന്ന ജോലി സാധ്യതകൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടറിന് എംപതി വേണം. അതുകൊണ്ട് ഒരു സയൻസ് സ്റ്റുഡന്റിന് എംപതി ഉണ്ടെങ്കിൽ അവൻ ഇൻ ഫ്യൂച്ചറിൽ ഡോക്ടർ ആവുമായിരിക്കും, എനിക്കറിയില്ല. പഠിക്കുകയും കൂടെ വേണം, എന്നാലും ഡോക്ടർ ആവുമല്ലോ. എംപതി മാത്രം ഉണ്ടായാൽ പോരാ. ഇപ്പം ഇവര് ഇൻ ഫ്യൂച്ചറിൽ കൊമേഴ്സ് കഴിയുന്നവര് ഫോർ എക്സാമ്പിൾ ഒരു സൈക്കോളജിസ്റ്റ് ആകാം, ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന ഒരാളാകാം, ഈവൻ അവൻ ഒരു ന്യൂസ് റിപ്പോർട്ടർ ആകാം, ഒരു ന്യൂസ് റീഡർ ആകാം. അപ്പൊ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഇപ്പൊ നാളെ ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കുന്നു, അല്ലെ ഒരു കരിയർ ഗൈഡൻസ് നടത്തുകയാണ്. അപ്പൊ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളോട് എനിക്കൊരു എംപതി തോന്നണം. നമ്മുടെ നാട്ടിൽ ഒരു സോഷ്യൽ ഇഷ്യൂ നടക്കുന്നു. അപ്പൊ അവിടെ നടക്കുന്ന ആ സംഭവം കാണുമ്പോൾ അതിനോടൊക്കെയുള്ള അതിനെപ്പറ്റി കൂടുതൽ അറിയാനും, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം എവിടെയെങ്കിലും നടക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഉരുൾപൊട്ടൽ നടക്കുന്നു. അപ്പൊ ഈ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി അറിയാൻ അതിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ദുരന്തത്തോട് അറ്റാച്ച്മെന്റ് എന്നല്ല, പക്ഷെ അത് അവിടെ പോയി നിന്ന് വർക്ക് ചെയ്യാൻ പോലുള്ള ഒരു സോഷ്യൽ വർക്കറിനെ പോലെയൊക്കെ ബിഹേവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ കുട്ടിക്കുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവൻ ഈ കരിയർ ചൂസ് ചെയ്ത് കൊടുത്താൽ അവൻ അടിപൊളിയാകും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞിരുന്നു, ഇതെല്ലാം സ്റ്റുഡന്റിന് വേണ്ട ഒരു കപ്പാസിറ്റിയാണ്. ഞാൻ പറഞ്ഞു കുറെ കാര്യങ്ങൾ, ഈ ക്യൂരിയോസിറ്റി, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എത്തിക്കൽ തിങ്കിങ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ കോമൺ ആയിട്ട് വേണ്ട ഒരു സാധനം തന്നെയാണ്. സോ ഒബ്വിയസ്ലി സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം, ഏറെക്കുറെ ഓപ്പൺ മൈൻഡഡ് ആകണം. ഈ ഒരു ആൾക്കാർ ആണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ എല്ലാവരും ഓപ്പൺ മൈൻഡഡ് ഒന്നും അല്ല, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതിലെ ഒരുപാട് കാര്യങ്ങൾ നോക്കി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്ത് പഠിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് മാത്സ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. ഞാൻ അതുകൊണ്ടാണ് സയൻസ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് ദോഷമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം എഞ്ചിനീയറിംഗിന് പഠിക്കാനും പറ്റി. അതുപോലെ റിസർച്ച് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അനലിറ്റിക്കൽ എബിലിറ്റി, നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി പറയാറുണ്ട്, അനലിറ്റിക്കൽ എബിലിറ്റി കുട്ടിക്ക് വേണമെന്ന്. അതുപോലെ പേഷ്യൻസ്, ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്, അത് പേഷ്യൻസ് ആൻഡ് പെർസീവറൻസ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് കപ്പാസിറ്റികളാണ്. അപ്പൊ ബേസിക്കലി ഈ ഒരു കഴിവുകളൊക്കെ ഉള്ള കുട്ടിയാണ് നമ്മളുടെ കുട്ടിയെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കോഴ്സ് ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ ഈ വീഡിയോ ഒന്ന് പെട്ടെന്ന് സമ്മറൈസ് ചെയ്താൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവാം. പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, പിന്നെ ഒബ്വിയസ്ലി ഞാൻ പേരൻസിനോട്, ഇത് കാണുന്ന പേരൻസിനോടാണ്, ഞാൻ ഇത് വിദ്യാർത്ഥികളോടല്ല സംസാരിച്ചിരിക്കുന്നത്, പേരൻസിനോടാണ് പറയുന്നത്. നമ്മള് കുറെ കാര്യങ്ങൾ കോമൺ ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ വഴിയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എക്സാക്ട്ലി നിങ്ങളുടെ സ്റ്റുഡന്റിനെ പറ്റി സംസാരിക്കാൻ പറ്റത്തില്ല. നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന സ്റ്റുഡൻസിന്റെ ബിഹേവിയറിനെ പറ്റി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് സപ്പോസ് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിലിംഗ് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. സപ്പോസ് എൻ്റെ കുട്ടി കൊമേഴ്സ് ആണ് എടുക്കാനിരിക്കുന്നത്, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിലിംഗ് അറിയണം. അല്ലെ സയൻസ് ആണ് എടുക്കുന്നത്, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണം. അല്ലെ ഹ്യൂമാനിറ്റീസ് ആണ്, അതിനെപ്പറ്റി അറിയണം. സോ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്.
ഓരോ സ്ട്രീമിനെ പറ്റി സെപ്പറേറ്റ് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തു തരാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കുറച്ചുകൂടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് എനിക്ക് ചെയ്തു തരാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇതിന്റെ ഒരു കോമൺ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സിംപിളി ഇങ്ങനെ പറയാം. മക്കൾക്ക് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇഷ്ടവും അതോടൊപ്പം ഫിസിക്സ് കെമിസ്ട്രി പോലത്തെ സബ്ജക്റ്റ് പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ സയൻസ് എടുക്കട്ടെ. ഇനി ഈ സയൻസ് എടുക്കുന്ന സ്റ്റുഡൻറ്റിൽ തന്നെ നിങ്ങളുടെ കുട്ടി എഞ്ചിനീയറിംഗിനാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, മെഡിസിൻ ആണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ മെഡിസിൻ പോകാനാണ് പ്ലാനെങ്കിൽ ബയോളജി സയൻസും എടുത്താണ് പഠിക്കേണ്ടത്. ഇനി കൊമേഴ്സിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് മാത്തമാറ്റിക്സ് ഉള്ള കൊമേഴ്സും ഉണ്ട്, ഓപ്ഷണൽ ആയിട്ട് മാത്തമാറ്റിക്സ് ഇല്ലാതെയും കൊമേഴ്സ് പഠിക്കാം. മൈ പേഴ്സണൽ സജഷൻ, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് സയൻസ് പഠിക്കുന്ന കുട്ടിയേക്കും കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിക്കും ആഹാരമാകേണ്ട ഒരു സബ്ജക്റ്റാണ്. സോ ഒബ്വിയസ്ലി ഇതിൽ ഏത് രണ്ട് സ്ട്രീം എടുത്താലും മാത്തമാറ്റിക്സ് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്കതിന് കൊമേഴ്സ് പഠിക്കുന്നവരോട് പറയാനുള്ളത്. ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട്, നിങ്ങൾക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസുകളോ മാത്സോ അങ്ങനത്തെ സബ്ജക്റ്റുകളോട് വലിയ താല്പര്യവുമില്ല, പക്ഷെ ലൈഫ് സക്സസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു കരിയറിലേക്ക് എനിക്ക് എത്തിപ്പെടണം എന്ന അതിയായ ആഗ്രഹവും, എന്നാൽ ഞാൻ പറഞ്ഞ കുറച്ച് ക്വാളിറ്റീസ്, കുറച്ച് എംപതി, കറണ്ട് സിറ്റുവേഷൻസ്, ന്യൂസ് പേപ്പർ റീഡിങ്ങിനുള്ള ആഗ്രഹം, നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്, പിന്നെ എന്താ പറയുക, ഒരു സഹജീവി എന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ വരുന്നവരോടൊക്കെ സംസാരിക്കാനും സഹകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന ഒരു കോഴ്സാണ് ഹ്യൂമാനിറ്റീസ് എന്ന് എനിക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, ഇതിൽ ഏത് കോഴ്സ് പഠിച്ചാലും ഇൻ ഫ്യൂച്ചറിലെ കുട്ടികൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു എക്സാം ആയിരിക്കാം മേ ബി സിവിൽ സർവീസ്. വരും കാലങ്ങളിൽ സിവിൽ സർവീസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ഇവിടെ കൂടും. അപ്പൊ നിങ്ങളും അതിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറഞ്ഞവരൊക്കെ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് PSC എക്സാമെങ്കിലും എഴുതാനുള്ള ശ്രമം നിങ്ങളിൽ പലരും നടത്താനുള്ള സാധ്യതയുണ്ട്. സോ ഒരു PSC എക്സാം ആയിക്കോട്ടെ, ഒരു സിവിൽ സർവീസ് എക്സാം ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ബാങ്ക് എക്സാം ആയിക്കോട്ടെ, ഇവിടെ എല്ലാം നമുക്ക് എന്ത് വേണം? മാത്സ് വേണം. വലിയ മാത്സ് ഒന്നും വേണ്ട, 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് വരെ പഠിച്ച ബേസിക് മാത്സ് എങ്കിലും നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളതാണ്. അല്ലാതെ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒന്നും ഇവിടുത്തെ എക്സാമിന് ചോദിച്ചു കാണാറില്ല. കാൽക്കുലേഷൻ മാത്സ് ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ 10 വരെ പഠിച്ച മാത്സ്, നിങ്ങൾ ഇതിൽ ഏത് സ്ട്രീം എടുത്താലും ശരി, ഇനിയും ഫ്യൂച്ചറിൽ മാത്സ് പഠിക്കുന്നില്ലെങ്കിലും ശരി, 10 വരെ പഠിച്ച മാത്സിനെ ലൈഫ് ലോങ് കൂടെ മുറുകെ പിടിക്കാനുള്ള മനസ്സോടെ നിങ്ങൾ കാണിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ പുതിയൊരു വീഡിയോ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.